പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 14-ാം വാക്യം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയ മക്കളെ നോക്കൂ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന നല്ല ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. നാം ആണ് ഓരോ വിഷയത്തിലും അവിശ്വാസികളാകുന്നത്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം പറയും, എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഹല്ലേലൂയ. എൻ്റെ കാര്യമൊക്കെ കർത്താപ്പച്ചൻ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിത്തരും. അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നാം നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൽ ഉപരിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് നൽകിത്തരും. ഹല്ലേലൂയ. നോക്കൂ, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ? അതായത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്നിരിക്കണം. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം കവിണു വീണു ചിരിച്ചു. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മുടെയും ജീവിതത്തിൽ ഇതാണ്. ഹല്ലേലൂയ. പലതും നമ്മൾ ഒരളവ് വെച്ചിരിക്കുക. ആ അളവിന് ഉപരിയായിട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, അബ്രഹാം കവിണു വീണ് ചിരിക്കാൻ കാരണം 100 വയസ്സുള്ളവനാണ് അബ്രഹാം. മകൻ ഇനി ജനിക്കുമോ? 90 വയസ്സുണ്ട് സാറായിക്ക്. അവൾ പ്രസവിക്കുമോ? ഹല്ലേലൂയ. അതൊക്കെ ഹൃദയത്തിൽ വിചാരിച്ചാണ് കവിണു വീണ് ചിരിക്കുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇശ്മായേൽ നിന്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അതിന് ദൈവം അരുളിച്ചതല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് പേരിടണം. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടുന്നത് കരുതി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പേര് പോലും വെളിപ്പെടുത്തി കൊടുക്കുക. ഹല്ലേലൂയ. നിനക്കൊരു മകൻ തന്നെ ഉണ്ടാകും, അവനെ ഇസഹാക്ക് എന്ന് പേരിടണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ കർത്താവ് നമ്മെ മാത്രമല്ല നമ്മുടെ സന്തതികളെ കൂടെ ഹല്ലേലൂയ അനുഗ്രഹിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ഇവിടെ പിന്നീട് പറയുന്നുണ്ട്, അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസഹാക്കിനോടാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പൻ നമുക്ക് മുന്നമേ പറഞ്ഞു തരിക. പലപ്പോഴും നമുക്ക് അവിശ്വാസം കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അവിശ്വാസികളാകാതെ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അനന്തരം യഹോവ അവനെ മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നോക്കൂ, നിലം വരെ കുനിയുന്ന ഹല്ലേലൂയ ഒരു സൗമ്യമായ ഹല്ലേലൂയ അബ്രഹാമിനെയ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് 3-ാം വാക്യത്തിൽ, യജമാനനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ. വൃക്ഷത്തിന് കീഴിലിരിപ്പിൻ, ഞാൻ ഒരു മുറി അപ്പം കൊണ്ടുവരാം. വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ഇതിനായിട്ടല്ലോ നിങ്ങൾ അടിയന്റെ അടുക്കൽ കയറി വന്നത് എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് പോകല്ലേ ആകട്ടെ എന്ന് അവർ പറഞ്ഞു. അബ്രഹാം
ബന്ധപ്പെട്ട് കൂടാരത്തിൽ സാറയുടെ അടുക്കൽ ചെന്ന് നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ചപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ നോക്കൂ, ഹാലേലൂയ. അബ്രഹാമിന്റെ അടുക്കലേക്ക് ഹാലേലൂയ 3 പുരുഷന്മാർ ചെന്നപ്പോൾ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ നല്ലൊരു മനസ്സ് അബ്രഹാമിനുണ്ടായിരുന്നു. എന്നിട്ട് തൻ്റെ ഹാലേലൂയ ഭാര്യയായ സാറയോടും പറയുന്നു, ഹാലേലൂയ നീ 3 ഇടങ്ങഴി മാവ്, ഹാലേലൂയ 3 പേര് ചെന്നപ്പോൾ 3 ഇടങ്ങഴി മാവ് എടുത്ത് കുഴച്ചവർക്ക് അപ്പം ഉണ്ടാക്കുക, ഹാലേലൂയ. എന്നിട്ട് അബ്രഹാം എന്താ ചെയ്തത്? പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് ഹാലേലൂയ ഒരു ബാലിക്കാരന്റെ പക്കൽ കൊടുത്തു. അവൻ അതിനെ ക്ഷണത്തിൽ പാകം ചെയ്തു. പ്രിയ മക്കളെ നോക്കൂ, മറ്റുള്ളവരെ ഹാലേലൂയ സ്വീകരിക്കുന്നതിൽ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ഹാലേലൂയ അബ്രഹാം സാറായും കാണിക്കുന്ന തിടുക്കം നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയ മക്കളെ. ഹാലേലൂയ മറ്റുള്ളവരെ സ്വീകരിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടുന്നത് കൊടുക്കുവാൻ നല്ലൊരു മനസ്സുള്ള സാറായും അബ്രഹാം. ഹാലേലൂയ ഈ ദിവസങ്ങളിൽ ഹാലേലൂയ ദൈവം നമ്മുടെ ഹാലേലൂയ ഓരോ നിലവുകളും ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് പ്രിയ മക്കളെ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അവര് ഹാലേലൂയ പിന്നെ ഈ സാറായോടും അബ്രഹാമിനോടും പറയുന്ന കാര്യം ചോദിക്കുന്നത് നോക്കൂ. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ഭക്ഷണം കഴിച്ചവർ അവനോട് നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചതിന് കൂടാരത്തിലുണ്ട് എന്ന് അവൻ പറഞ്ഞു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിൽക്കൽ അവന്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറയ്ക്ക് നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. നോക്കൂ ഫലലിയ മുമ്പേ പറഞ്ഞായിരുന്നു അബ്രഹാം കവിണു വീണു ചിരിച്ചു. ഇവിടെ നോക്കൂ, സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ ഹല്ലേലൂയ നമ്മൾ ഓരോ വ്യവസ്ഥ വെച്ചിരിക്കുക, നമ്മുടെ കാര്യങ്ങൾ ഇത്രയൊക്കെ നടക്കൂ എന്നൊക്കെ നാം പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ഹല്ലേലൂയ കർത്താപ്പച്ച നമ്മളോട് പറയാ, അല്ല ഇതിലുപരിയായിട്ട് ഞാൻ നിന്നെ നടത്തും. ഹല്ലേലൂയ ഇവിടെ അവര് പറഞ്ഞു ഞങ്ങൾ വയസ്സ് ചെന്നു, ഞങ്ങൾക്ക് ഇനി ഹല്ലേലൂയ മകനൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവർ വിശ്വസിച്ച് അങ്ങനെ പോകുമ്പോൾ, അല്ല നിന്റെ ഭാര്യ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ എന്നിട്ടാണ് പറയുന്നത് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? പ്രിയ മക്കളെ, നമ്മുടെ വ്യവസ്ഥകളെ മാറ്റി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വ്യവസ്ഥയ്ക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ വിശ്വസിച്ചാൽ കർത്താവിന്റെ മഹത്വം കാണുവാൻ നമുക്ക് കഴിയും. ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചു ഇനി എങ്ങനെയായിരിക്കുമെന്ന്, പക്ഷേ കർത്താവിന്റെ കരുത്തിൽ നമ്മൾ ആ വിഷയം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഹല്ലേലൂയ മറ്റുള്ളവർ ഹല്ലേലൂയ നമ്മെ പരിഹസിച്ചപ്പോഴേ നിന്ദിച്ചപ്പോഴൊക്കെ ഹല്ലേലൂയ നമ്മൾ മാറി നിന്നു, ഹല്ലേലൂയ ആയിത്തീർന്നിട്ടുണ്ടല്ലോ. പക്ഷേ യഹോവയായ കർത്താവ് ആ പ്രയാസങ്ങളെയൊക്കെ മാറ്റിത്തരുവാൻ, നിന്ദകളൊക്കെ മാറ്റിത്തരുവാൻ ശക്തനാണ്. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഹല്ലേലൂയ എന്നിട്ട് നോക്കൂ, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു, ഇല്ല ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്നവൻ അരുളി ചെയ്തു. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും സമ്മതിക്കുവാൻ വിസമ്മതം കാണിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അപ്പൻ ഹല്ലേലൂയ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി കരുതുന്ന അപ്പൻ, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ നമുക്ക് വേണ്ടുന്നിടത്തോളം തരുവാൻ നമ്മുടെ അപ്പൻ ശക്തനാണ്. ഹല്ലേലൂയ പലപ്പോഴും ഇവരെ പോലെ നമ്മളും കളിച്ചും ചിരിച്ചും ഒക്കെ പല കാര്യങ്ങളും മാറ്റിക്കളഞ്ഞിരിക്കാം, പക്ഷെ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ നമ്മുടെ ചിരിയൊക്കെ വാസ്തവമാക്കി തരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്താം. ഹല്ലേലൂയ ദൈവം അത്ഭുതങ്ങളുടെ അപ്പനാണ്. ഹല്ലേലൂയ ഇന്നും നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാര്യങ്ങൾ നടത്തി തരുവാൻ അപ്പൻ സമർത്ഥനാണ്. ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിനാൽ
കഴിയാത്ത ഒന്നുമില്ല. കർത്താവെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നു, ആ വിഷയത്തിന്മേൽ ദൈവമേ അത്ഭുതം ചെയ്യണമേ. എൻ്റെ അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ലല്ലോ. ഞങ്ങളാണല്ലോ ഹല്ലേലൂയ ഓരോ മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ഇതിനപ്പുറത്തേക്ക് ഒന്നും ആകത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ, പക്ഷേ കർത്താപ്പച്ചൻ അതിനെല്ലാം മാറ്റിമറിക്കുവാൻ ശക്തനാണ്. ദൈവമേ, ഇന്ന് ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ കാണുവാൻ ദൈവം സഹായിക്കണമേ. അത്ഭുതകരമാവണ്ണം ഓരോരുത്തരെയും വഴി നടത്തണം കർത്താവേ. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽപ്പാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണം. നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കണം കർത്താവെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാ മാനവും മൊത്തം കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.